ചങ്കുകളെ ചങ്കെടുപ്പുകളെ അപ്പൊ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പൊ ഞാൻ ഇപ്പൊ ഇന്ന് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം നമ്മൾ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസ് ആണ് ഇടുക. ചിലപ്പോൾ ട്രാവൽ ആയിരിക്കാം, പിന്നെ നമ്മൾ മെക്കാനിക്കൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അവയർനെസ്, അതായത് കസ്റ്റമർക്ക് ഇന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നിർബന്ധമാണ് എന്ന് തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായത് കൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ നിലവിൽ ചെയ്യുക. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ വാഹനത്തിൽ ഒരേ സമയം വില്ലനും അതേ സമയം ഹീറോ ആവുന്ന ഒരു മുത്തുമണിയെ കുറിച്ചിട്ടാണ്. അപ്പം എന്താണെന്നല്ലേ, അപ്പൊ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്പാർക്ക് പ്ലഗ് ആണ്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഡ്രോപ്പ് ആവുന്ന ഒരുപാട് കസ്റ്റമർ പറയുന്നത് മൈലേജ് ഡ്രോപ്പ് ആണ്. അപ്പൊ മൈലേജ് ഡ്രോപ്പ് ആവാൻ കാരണമായ ഒരു ഘടകമാണ് ഇവൻ സ്പാർക്ക് പ്ലഗ് എന്നാണ് ഇവന്റെ പേര്. അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ വണ്ടിയിൽ മൈലേജ് ഡ്രോപ്പ് ആവാൻ പറ്റിയ 4-5 ഘടകങ്ങളുണ്ട്. ഒന്ന് വണ്ടിയുടെ എയർ ഫിൽട്ടർ ആണ്. നമ്മുടെ വണ്ടിയിലെ എയർ ഫിൽട്ടർ പ്രോപ്പറായിട്ട് മാറിയില്ലെങ്കിൽ മൈലേജ് ഡ്രോപ്പ് ആണ്. അതേപോലെ തന്നെ ഫ്യൂൽ ഫിൽട്ടറും, അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്, ഡീസൽ വണ്ടിയാകുമ്പോൾ ഗ്ലോ പ്ലഗ്, അതേപോലെ തന്നെ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു വില്ലൻ കാർബൺ തന്നെയാണ്. കംപ്രഷൻ ചാമ്പർ ഇരിക്കുന്ന കാർബൺ തന്നെയാണ് മൈലേജ് ഡ്രോപ്പിനുള്ള മെയിൻ വില്ലൻ. അപ്പൊ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സ്പാർക്ക് പ്ലഗിനെ കുറിച്ചാണ്. സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഈ സ്പാർക്ക് പ്ലഗ് നിങ്ങൾ കാണുമ്പോൾ സിമ്പിൾ ആണ്, പക്ഷെ ഇതിൽ ഒരുപാട് ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഒരു അഡാർ ഐറ്റം ആണ്. എപ്പോഴും നമ്മൾ ഈ അഡാർ ഐറ്റം എന്ന് പറയുന്ന പോലെ തന്നെ ഇവൻ അഡാറാണ്. എന്താണല്ലേ, അപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മുടെ ഒരു സ്പാർക്ക് പ്ലഗിന്റെ കുറെ പാർട്സുകളുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സെന്റർ ഇലക്ട്രോഡ് എന്ന് പറയുന്ന സാധനം. ഈ സ്പേസിൽ കാണുന്നവനല്ലേ, ഇവനാണ് നമ്മുടെ വണ്ടിയുടെ സെന്റർ ഇലക്ട്രോഡ്. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ വണ്ടി ഈ സ്പാർക്ക് പ്ലഗിന്റെ ഇൻസുലേറ്റർ എന്ന് പറയുന്ന സാധനം ഇതാണ്. പിന്നെ ഇത് സൈഡ് ഇലക്ട്രോഡ് എന്ന് പറയുന്ന സാധനവും, ഇത് നമ്മുടെ ട്രെഡ് തന്നെ പറയാം, ട്രെഡ് തന്നെയാണ് സംഭവം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഗ്യാസ്കറ്റ് ആണ്. ഈ ചെറിയ ഈ വാഷറില്ലേ, ഇത് ഗ്യാസ്കറ്റും ഇത് ടെർമിനലും ആണ്. അപ്പൊ ഇതാണ് ഈ സ്പാർക്ക് പ്ലഗിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഈ സ്പാർക്ക് പ്ലഗ് എങ്ങനെയാണ് നിങ്ങളുടെ വണ്ടിയിൽ വില്ലനാവുന്നതെന്നല്ലേ എന്ന് വെച്ചാൽ, ഇവനെ ഒരുപാട് കാലം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ എന്ത് ചെയ്യും, കാർബൺ പിടിക്കും. അത് കണ്ടില്ലേ, ഈ ഒരു കാണുന്നത് കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ഞാൻ ഏറ്റവും കണ്ടില്ലേ കരിഞ്ഞ് ഈ സെൻട്രൽ ഇലക്ട്രോഡും അതേപോലെ ഗ്രൗണ്ട് എർത്ത് ഇലക്ട്രോഡുമായിട്ടുള്ള ഈ സാധനം തമ്മിൽ എന്ത് ചെയ്യും, സൈഡ് ഇലക്ട്രോഡും തമ്മിലുള്ള ഗ്യാപ്പ് ഡിഫറൻസ് ആവും. നമ്മൾ ഈ കമ്പനികളൊക്കെ പറയുന്നത് ഏകദേശം ഒരു 40,000 റീപ്ലേസ് ചെയ്യാനാണ് ഈ സാധനത്തെ പറ്റി പറയുന്നത്. ഓരോ 20,000 ഇൻസ്പെക്ട് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് ഓരോ ഡ്രൈവിന്റെ ഡിഫറൻസ് അനുസരിച്ച് ഇത് മാറേണ്ടി വരുന്ന സംഭവമാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലാവണമെന്നില്ല ഇങ്ങനെ പറയുമ്പോഴത്തേക്ക്. അപ്പൊ നമ്മളൊരു മാരുതി സുസുക്കിയുടെ ഒരു ന്യൂ സ്വിഫ്റ്റിന്റെ ഒരു പുതിയ സ്പാർക്ക് പ്ലഗ് നിങ്ങളെ കാണിച്ചാൽ ഒരു കമ്പാരിസൺ കാണിച്ചാൽ ഇത് കണ്ടില്ലേ, ഈ ഒരു സ്പാർക്ക് പ്ലഗിന്റെ ഈ ഗ്യാപ്പില്ലേ, ഇത് നമ്മൾ ഈ ഗ്യാപ്പും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ഇത് എന്ത് ചെയ്യും, ഈ സ്പാർക്കിംഗ് കറക്റ്റ് ആയിട്ട് നടക്കുന്നതിൽ ഫ്യൂവൽ ലോസ് ഉണ്ടാവും. നമുക്കറിയാം, രാവിലെ വണ്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ പറയും വണ്ടിക്ക് എവിടുന്ന ഒരു പെട്രോളിന്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുന്നു എന്ന് പറയും. അപ്പൊ ആ ഒരു വരാനുള്ളത് കാരണക്കാരനാണ് ഇവൻ. ഈ സ്പാർക്ക് കറക്റ്റ് നടക്കാതിരിക്കുക, ഈ ഫ്യൂല് നമ്മുടെ വണ്ടിയുടെ ഈ എക്സോസ്റ്റ് വഴി തന്നെ വെളിയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യമാണ്. അപ്പൊ നിലവിലായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 40,000 കിലോമീറ്ററിൽ ഇവനെ മാറ്റിക്കളഞ്ഞാൽ ഇവൻ ഹീറോ ആയും. ഇവനെ മാറ്റിയില്ലെങ്കിൽ 40,000 ആ റേഞ്ചിൽ 30,000 മാറ്റിയില്ലെങ്കിൽ ഇവൻ വില്ലനായും വരും. അതുകൊണ്ട് നിങ്ങൾ ഈ സ്പാർക്ക് പ്ലഗ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വണ്ടിയിൽ മാറുക. പിന്നെ അതേപോലെ തന്നെ ഈ മാറാനുള്ള വേറെ കാര്യം, നമ്മുടെ എഞ്ചിൻ കാർഡിയേക്കർ പത്തനാപുരത്ത് ഒരു വണ്ടി വന്നപ്പോൾ ആ വണ്ടിയുടെ സ്പാർക്ക് പ്ലഗ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്തു, അത് ഇതേവരെ മാറിയിട്ടില്ല, ഒരുപാട് വർഷമായി. അപ്പൊ എന്ത് ചെയ്തു, ഈ സ്പാർക്ക് പ്ലഗ് ഇവിടെ വെച്ചിട്ട് ഒടിഞ്ഞു പോയിട്ട് എഞ്ചിന്റെ ഈ ഭാഗത്തേക്ക് സ്പാർക്ക് പ്ലഗ് ആയിരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ ഒടിഞ്ഞു, ബാക്കി ഭാഗം നമ്മുടെ കയ്യിലും വരുന്നു. ആ സത്യത്തിൽ വണ്ടി എഞ്ചിൻ ഹെഡൊക്കെ അഴിക്കേണ്ട പരിപാടിയാണ്. എന്തോ ആ പാവം പിടിച്ച കസ്റ്റമറുടെ ഭാഗ്യത്തിനോ ഞങ്ങളുടെ ഭാഗ്യത്തിനോ അത് നമ്മൾ വേറെ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, കറക്കി അത്രയും ട്രെഡ് ഉണ്ടായിരുന്നത് ആ സ്ഥലത്ത് നമ്മൾ മൈനസ് ഇടിച്ചു വെച്ചിട്ട് നമ്മൾ കറക്കി എടുത്തപ്പോൾ എന്തോ ഭാഗ്യത്തിന് അത് അഴിഞ്ഞു വന്നു. അപ്പം ഇത് മാറിയില്ലെങ്കിൽ ചിലപ്പോൾ എഞ്ചിൻ അടിക്കേണ്ടിയും വരും. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വാഹനത്തിന് മൈലേജോ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളോ ഡ്രോപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡീകാർബണൈസേഷൻ ചെയ്തിട്ട് മൈലേജ് ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവനെ മാറ്റിക്കളയുക, സ്പാർക്ക് പ്ലഗിനെ മാറ്റിക്കളയുക. അതേ സംബന്ധിച്ച് ഡീസൽ വണ്ടിക്കാർക്കും ഈ ഗ്ലോ പ്ലഗ് വിഷയമാണ്. അപ്പൊ പല കസ്റ്റമറും പറയുന്നുണ്ട് ഗ്ലോ പ്ലഗിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഗ്ലോ പ്ലഗ് 3 പോയിട്ടുണ്ടാവും, 2 പോയിട്ടുണ്ടാവും, ഭയങ്കര പ്രശ്നമാണ്, മിസ്സിംഗ് ആണ്, ഫ്യൂൽ ലോസ് ആണ്. എങ്ങനെ ഫ്യൂൽ ലോസ് ആവാതിരിക്കും, ഇവൻ കത്തിയാലേ പ്രയോജനമുള്ളൂ, ഈ കത്തിയിലേ പ്രയോജനമില്ല. അപ്പം
ഇത് നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ ഈ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ പുതിയ അറിവുകൾ തരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണം. അപ്പൊ അറിയാവുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഉപയോഗിക്കുന്ന നിങ്ങളുടെ ചങ്ക് കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, മൈലേജ് പ്രശ്നമാടാ, അതാടാ ഇതാടാ, ട്രിപ്പ് വിളിക്കുമ്പോൾ പറയടാ എന്റെ വണ്ടി മൈലേജ് ഇല്ലടാ എന്ന് പറയുന്നവർക്ക് ഇത് ഇട്ട് കൊടുക്കുക. അപ്പം അതുവരെ ഒരു ബൈ.